ഇന്ത്യയിലേറെ ജനകീയമായ നിക്ഷേപ രീതികളൊന്നായ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP അടിസ്ഥാനമാക്കിയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ നിക്ഷേപകരുടെ പണം വൻതോതിൽ ഒഴുകിയെത്തിയിട്ടുണ്ട്. 2025 ജൂൺ മാസത്തിൽ 27,269 കോടി രൂപയാണ് വിവിധ SIP മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ഒഴുകിയെത്തിയത്. രാജ്യത്ത് ആദ്യമായാണ് SIP മുഖേനയുള്ള പ്രതിമാസ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം 27,000 കോടി രൂപ എന്ന നാഴികക്കല്ലും മറികടക്കുന്നത്. എന്തായാലും SIP പദ്ധതികളുടെ നേട്ടവും മികവും സംബന്ധിച്ച അവബോധം രാജ്യത്തെ സാധാരണക്കാരായ നിക്ഷേപകർക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നതിൻ്റെ തെളിവാണ് SIP പദ്ധതികളിലേക്ക് ക്രമാനുഗതമായി വരുന്ന നിക്ഷേപം. ഇത്തരത്തിൽ ഒരു വശത്ത് നേട്ടങ്ങളുടെ മിന്നിത്തിളക്കമുണ്ടെങ്കിലും മറുവശത്ത് SIP പദ്ധതിയിലേക്കുള്ള തുടർ നിക്ഷേപം റദ്ദ് ചെയ്യുന്നവരുടെ എണ്ണത്തിലും അടുത്തിടെ വർധന ദൃശ്യമാകും. 2025 കലണ്ടർ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 1.12 കോടി SIP മുഖേനയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് അവസാനിച്ചത്. ഇതിൽ SIP റദ്ദാക്കിയവരും സ്കീമിൻ്റെ കാലാവധി പൂർത്തിയായതിനാൽ ഫണ്ട് പിൻവലിച്ചവരും ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്രയധികം SIP സ്കീമുകൾ ഒരു അർദ്ധവാർഷികത്തിൽ അവസാനിക്കുന്ന ആദ്യമായാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ SIP രീതിയിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമേ എന്താണ് SIP? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ SIP എന്നത് ഒരു നിക്ഷേപ ശൈലിയാണ്. ഒരു നിശ്ചിത തുക വീതം സമയബന്ധിതമായ നിശ്ചിത ഇടവേളകളിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് തുടർച്ചയായി നിക്ഷേപിക്കുന്ന രീതിയാണിത്. അസ്ഥിരതയും ചാഞ്ചാട്ടവും വിപണിയിൽ തലപൊക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമെന്ന് തെളിയിക്കപ്പെട്ടുള്ള ദീർഘകാല നിക്ഷേപ ശൈലിയുമാണിത്. അതേപോലെ വിപണിയിലേക്ക് കടക്കാനുള്ള നല്ല നേരം നോക്കാൻ ശ്രമിച്ച് സംഭവിക്കാവുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ ഇതിലൂടെ സാധ്യമാണ്. മാത്രവുമല്ല, ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ ചിട്ടയോടെ എത്തിപ്പിടിക്കാനും SIP നിക്ഷേപങ്ങളിലൂടെ സാധിക്കും. എന്തുകൊണ്ട് റദ്ദാക്കൽ ഉയരുന്നു? കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആഭ്യന്തര വിപണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലായിരുന്നതാണ് റീറ്റെയിൽ നിക്ഷേപകരെ പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം. അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തനം വിപണിയിൽ വിശാലമാക്കിയതോടെ നിക്ഷേപം റദ്ദാക്കലും പണം പിൻവലിക്കലും ഒക്കെ മൊബൈലിലൂടെ ഒറ്റ ക്ലിക്കിൽ സാധ്യമാകുന്നു. ഞൊടിയിടയിൽ ഉയർന്ന നേട്ടവും ആദായവും പ്രതീക്ഷിച്ച് മൂലധന വിപണിയിലേക്ക് ആദ്യമേ കടത്തിയെത്തിയ നിക്ഷേപകർ ചെറിയ തിരിച്ചടിയിൽ പോലും നിക്ഷേപം അവസാനിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നതും കൂടുതൽ മികച്ച സ്കീമുകളിലേക്ക് പണം മാറ്റുന്നതുമൊക്കെ SIP റദ്ദ് ചെയ്യുന്നവരുടെ എണ്ണം ഉയർത്തുന്നുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ വർദ്ധിക്കുന്ന ചെലവുകൾക്കൊപ്പം വരുമാനം നിലവിലുള്ള വായ്പകളുടെ പലിശഭാരവും ഒക്കെ SIP റദ്ദ് ചെയ്യുന്നതിനുള്ള പ്രതികൂല ഘടകങ്ങളാണെന്നുള്ളത് വിലയിരുത്തൽ. പണം നഷ്ടപ്പെടാനുള്ള സാധ്യത എത്രത്തോളം? ഏതൊരു നിക്ഷേപത്തിനും പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും മറഞ്ഞിരിക്കുന്നുണ്ടാകും. സമാനമായി SIP പദ്ധതിയിൽ നിക്ഷേപിച്ച പണം നഷ്ടത്തിലാകുമോ എന്നത് അടിസ്ഥാനമാക്കിയുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രകടനം പോലെ ഇരിക്കും. മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ പ്രകടനം മോശമാണെങ്കിൽ SIP നിക്ഷേപത്തിൻ്റെ മൂല്യവും നഷ്ടത്തിലേക്ക് വഴുതിയിട്ടുണ്ടാകും. അതിനാൽ നഷ്ടസാധ്യത കുറയ്ക്കുന്നതിനായി മികച്ച മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുക്കാൻ അതീവ ശ്രദ്ധ പുലർത്തണം. അതേസമയം ദീർഘകാല സാമ്പത്തിക ലക്ഷ്യം കൂടി വിലയിരുത്തി വേണം SIP നിക്ഷേപം പിൻവലിക്കുന്ന തീരുമാനം സ്വീകരിക്കേണ്ടത്. കാരണം വിപണിയിലെ ഹ്രസ്വകാല ചാഞ്ചാട്ടങ്ങൾ ദീർഘകാല ആദായങ്ങളെ ബാധിക്കണമെന്നില്ല. ദീർഘകാല തന്ത്രം. SIP എന്നത് പണം ഉണ്ടാക്കാനുള്ള കുറുക്കുവഴിയല്ലെന്നും ഒരു നിക്ഷേപശൈലി മാത്രമാണെന്നതും നിക്ഷേപകർ വിസ്മരിക്കരുത്. വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ നേരിടാമെങ്കിലും പണം സമ്പാദിക്കാനും അതിലൂടെ നിക്ഷേപം വളർത്തി ദീർഘകാലയളവിൽ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള സാധ്യതയും SIP നൽകുന്നു. ദീർഘകാലയളവിലേക്കുള്ള ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അതിന് യോജിച്ച നിക്ഷേപം നടത്തുവാനും ശ്രദ്ധിക്കുക. പോർട്ട്ഫോളിയോ കൂടെ പരിശോധിക്കുന്നതിന് പകരം കുടുംബ ബജറ്റ് വിലയിരുത്തിയ ശേഷം അനുയോജ്യമായ SIP തുക തീരുമാനിക്കുക. അതേസമയം 3 മാസം കൂടുമ്പോൾ പോർട്ട്ഫോളിയോ കൃത്യമായി പരിശോധിക്കുകയും വേണം. അതേപോലെ മുൻകാല നേട്ടം മാത്രം കണക്കിലെടുത്ത് വിപണി ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ പോലും നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. വിപണിക്ക് അതിൻ്റേതായ ചാക്രികതയുണ്ടെന്നും മനസ്സിലാക്കുക. മുൻകാല നേട്ടം വളരെ ഉയർന്നതാണെങ്കിൽ ഹ്രസ്വകാലയളവിലേക്ക് പരിഗണിച്ചാലും അയാർത്ഥ്യമായ ആദായം പ്രതീക്ഷിക്കുന്നത് നിക്ഷേപത്തിന്മേലുള്ള റിസ്ക് വർദ്ധിപ്പിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ഡിസ്ക്ലൈമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം നൽകിയതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമല്ല. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ETMലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.